അറിയുന്ന ഉത്തരം പോലും മറന്നു പോകുന്ന ഒരു സാഹചര്യം വരും. വളരെ ഇഷ്ടത്തോടെയാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ കഷ്ടപ്പാടുകൾ നമ്മൾ മറന്നു പോകും. നിങ്ങൾ IAS ആയി കഴിഞ്ഞാൽ, നാളെ നിങ്ങൾ IPS ആയി കഴിഞ്ഞാൽ ഈ നാടിന് നിങ്ങൾ തരാൻ പോകുന്നത് എന്താണ്? എൻ്റെ പേര് മിഥുൻ എന്നാണ്. ഞാൻ അഗ്നി IAS അക്കാഡമിയിലെ വൺ ഓഫ് ദി ഡയറക്ടറാണ്. ഞാൻ അവിടുത്തെ ജിയോഗ്രഫി ഫാക്കൽറ്റി കൂടിയാണ്. അപ്പോൾ എന്തിനാണ് സിവിൽ സർവീസ് എന്നുള്ള രീതിയിലാണ് നമ്മളിന്ന് സംസാരിച്ച് തുടങ്ങുന്നത്. പലവർക്കും നമ്മളുടെ UPSC ആസ്പിറൻസിൽ എപ്പോഴും ഒരു ഇൻ്റർവ്യൂക്ക് വരുന്ന ചോദ്യങ്ങളാവാം, അല്ലെങ്കിൽ പൊതുവേ നമ്മളൊരു കുട്ടികളോട് നോർമലി ക്ലാസ്സിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ എന്തിനാണ് സിവിൽ സർവീസ് എടുത്തത് എന്നുള്ളത്. സോ എല്ലാവർക്കും ഒരു മറുപടി ഇല്ലാത്തൊരു ചോദ്യമാണ് പലപ്പോഴും, അല്ലെങ്കിൽ ഒരു സെൽഫായിട്ടുള്ള ചോദ്യമാണ്. എനിക്ക് വീട്ടുകാരിൽ നിന്നുള്ള പ്രഷറുണ്ട്, എനിക്ക് നാട്ടുകാരുടെ ജോലിയായില്ലേ എന്നുള്ളൊരു പ്രഷറുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ബാക്കിയുള്ള പലവർക്കും കാണിച്ചു കൊടുക്കാനുണ്ട്. അങ്ങനെയുള്ള ഒരു സമയത്ത് എനിക്ക് ഏറ്റവും നല്ലൊരു, ഇന്ത്യയിലെ ഏറ്റവും നല്ലൊരു ജോബ് പ്രൊഫൈൽ ആയിരിക്കുന്ന ഒരു മേഖല എന്നുള്ളത് IAS ആണ്. സോ അതുകൊണ്ടാണ് ഞാൻ IAS തിരഞ്ഞെടുത്തത് എന്നുള്ള രീതിയിലാണ് പലവരുടെയും മറുപടി വരുന്നത്. സോ നിങ്ങളും ഈ രീതിയിലാണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? അതായത് ശരിക്കും IAS എന്താണ് നിങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ UPSC എന്താണ് നിങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? അല്ലെങ്കിൽ അവരുടെ ആ ഒരു രീതി ഏത് രീതിയിലാണ് പോകേണ്ടത്, നമ്മൾ ഏത് രീതിയിലാണ് അവിടെ എത്തിച്ചേരേണ്ടത് എന്നുള്ളത് നിങ്ങൾ ഇന്നേ വരെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ആ ഒരു രീതിയിലൂടെ നമുക്ക് സംസാരിച്ച് തുടങ്ങാം. നോക്കൂ, നോർമലി ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഇങ്ങനത്തെ ഒരു ചോദ്യങ്ങൾ വരുന്ന സമയത്ത് അവർ പേഴ്സണലി ആയിട്ട് മറുപടി പറയുന്നത്, എനിക്കൊരു സോഷ്യൽ സെക്ടറിൽ ജോലി ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സുകളുണ്ട്, ആ രീതിയിൽ ഞാൻ വർക്ക് ചെയ്യണം എന്നുള്ളത് നോർമലി നമ്മളുടെ ഒരു ടോപ്പേഴ്സിൻ്റെ ലിസ്റ്റുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നോർമൽ റീൽസുകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവുമായിരിക്കും യൂട്യൂബ്സിൽ. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ആവട്ടെ, അതിന് മുമ്പത്തെ വർഷത്തെ ആവട്ടെ, ഇവരുടെയൊക്കെ റീൽസുകളിൽ നിങ്ങൾ നോർമലി ഈ ചോദ്യങ്ങൾ എല്ലാ തവണയും എല്ലാ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുകാരും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അതിനുള്ള മറുപടിയും അതേ രീതിയിലാണ് ഉണ്ടാവുക. പക്ഷേ ശരിക്കും ഒരു സോഷ്യൽ സെക്ടറിലാണ് നിങ്ങൾക്ക് ജോലി ചെയ്യേണ്ടതെന്നെങ്കിൽ NGOsകളുണ്ട്, അല്ലാതെ നിങ്ങൾക്കൊരു നാഷണൽ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ഒരുപാട് മേഖലകളുണ്ട്. എന്തിനാണ് IAS? എന്തിനാണ് നിങ്ങൾ IASൻ്റെ മേഖലയിലോട്ട് വരുന്നത്? അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ളൊരു രീതിയിലുള്ള മറുപടി നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ ഈ ഒരു വേയിലോട്ട് വരുന്ന സമയത്ത്, ഈ ഒരു രീതിയിലോട്ട് നമ്മൾ കടക്കുന്ന സമയത്ത്, UPSC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ജേണിയാണ് അല്ലേ. ഒരു 2 വർഷവും 3 വർഷവും 4 വർഷവും ചിലപ്പോൾ 5 വർഷവും 6 വർഷവും എടുത്തേക്കാം. ഇങ്ങനൊരു ജേർണിയുടെ സമയത്ത് നമ്മളെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് നമുക്കൊരു എനർജി ഫ്യൂവൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള കൃത്യമായിട്ടുള്ളൊരു മറുപടി വേണം. ഞാൻ എന്തിനാണ് ഇവിടെ ഇറങ്ങി ചെന്നിരിക്കുന്നത്, ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, ഇനി എൻ്റെ ഒരു ഇവിടെ കൺസേൺ എന്താണ്, ഞാൻ എന്താണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു കൃത്യമായൊരു രീതിയിലുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ നമുക്ക് വേണം. സോ ആ കാഴ്ചപ്പാടിന് വേണ്ടിയിട്ട് ശരിക്കും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്നാൽ, UPSC എന്താണ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. UPSC ഒരു എക്സാം പാറ്റേൺ ജസ്റ്റ് നമ്മളുടെ ബാക്കിയുള്ള ഡിഗ്രി എക്സാം പോലെയോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ പോലെയോ, എന്തുകൊണ്ടാണ് UPSC അങ്ങനത്തെ ഒരു എക്സാം നടത്താത്തത്? എന്തുകൊണ്ടാണ് 1 വർഷം നീളുന്ന പോലെ ഒരു എക്സാം വെച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് മൂന്ന് ഘട്ടങ്ങളായിട്ട് ആ എക്സാമിനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് 1ാമത്തെ ഘട്ടവും 2ാമത്തെ ഘട്ടവും ഞാൻ പാസ്സായി കഴിഞ്ഞിട്ട് 3ാമത്തെ ഘട്ടത്തിലോട്ട് ഞാൻ എക്സാം എഴുതുന്ന സമയത്ത് വീണ്ടും ഞാൻ ആ 3ാമത്തെ ഘട്ടത്തിലാണ് ഞാൻ തോറ്റു പോകുന്നതെങ്കിൽ, അതായത് ഞാൻ ഇൻ്റർവ്യൂവിലാണ് ഞാൻ തോറ്റു പോകുന്നതെങ്കിൽ, വീണ്ടും നെക്സ്റ്റ് വർഷം എത്തുന്ന സമയത്ത് എന്തുകൊണ്ടാണ് എന്നെ 1ാമത്തെ ഘട്ടം മുതൽ തുടങ്ങാൻ ഇവർ പ്രേരിപ്പിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ ഒരു പ്രിലിംസ് കഴിഞ്ഞ സമയത്ത് ഓക്കെ, ഐ എം വെൽ ആൻഡ് ഗുഡ്, ഞാൻ മെയിൻസിലോട്ട് എത്തുന്ന സമയത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും എഴുതുന്നു, ഓക്കെ ഐ എം വെൽ ആൻഡ് ഗുഡ്, ഇൻ്റർവ്യൂവിലോട്ട് എത്തുന്നു, പക്ഷേ ലിസ്റ്റിൽ വരുന്നില്ല. നെക്സ്റ്റ് ഇയർ നിങ്ങൾ ആദ്യം മുതൽ പുതിയ ആസ്പിറൻസിൻ്റെ കൂടെ ആദ്യം മുതൽ നിങ്ങൾ തുടങ്ങേണ്ടതാണ്. നിങ്ങൾ പ്രിലിംസിൽ നിന്നാണ് തുടങ്ങേണ്ടത്. ഞാൻ ഇത്രയും എത്തിക്കഴിഞ്ഞു, ഐ എം വെൽ എക്സ്പീരിയൻസ്ഡ് ആണ്, സോ നെക്സ്റ്റ് ഇയർ എനിക്ക് ഇൻ്റർവ്യൂ മാത്രം തന്നാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയും അങ്ങനത്തെ ഒരു കാര്യങ്ങൾ UPSC പറയുന്നില്ല. സോ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്കൊരു വ്യക്തത കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഫീൽഡിലോട്ട് നിങ്ങൾക്ക് മെച്ചമുണ്ടാവും എന്നുള്ളത്. സോ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമോ എന്നുള്ളത് കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. അതല്ലാതെ നിങ്ങൾ ജീവിത ഉദ്ദേശത്തിൽ ഈ കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടാവും എന്ന് മനസ്സിലാവും. അത് എന്നെ ഈ ഒരു 5, 6, 7 വർഷം, ചിലപ്പോൾ ഇത് ഉറപ്പിച്ചല്ല, ചിലപ്പോൾ നിങ്ങൾ 1 വർഷം 2 വർഷം കൊണ്ട് നിങ്ങൾ ക്ലിയർ ചെയ്യുന്നതാവാം. പക്ഷേ മോസ്റ്റ് ഓഫ് ദ കേസസ് ആണ് നമ്മൾ പറയുന്നത്. നമ്മുടെ കുട്ടികളെ കാണുന്ന സമയത്തൊക്കെ നമ്മൾ മോസ്റ്റ് ഓഫ് ദ കേസസ് ആണ് നമ്മൾ പ്രൊബബിലി പറയേണ്ടത്. 90% ഓഫ് ആൾക്കാരുടെ കാര്യങ്ങളാണ് നമ്മൾ പ്രൊബബിലി പറയേണ്ടത്. സോ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ജേർണിയിൽ 5, 6, 7 വർഷം നമുക്ക് നിൽക്കാനുള്ള ഫ്യൂവൽ ഇത് തരുന്നുണ്ടോ എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കണം. സോ അതിൻ്റെ ആദ്യഘട്ടത്തിൽ നമ്മൾ പ്രിലിംസ് എക്സാമിനേഷനിലോട്ട് വന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കൂ, അവിടെ നമ്മൾ സിലബസ് എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എല്ലാ ടോപ്പിക്കുകളും നമുക്ക് ഒരുപാട് നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. പൊളിറ്റി ആണെങ്കിലും, ഹിസ്റ്ററി ആണെങ്കിലും, ജിയോഗ്രഫി ആണെങ്കിലും, എക്കോണമി ആണെങ്കിലും, സയൻസ് ആൻഡ് ടെക് ആണെങ്കിലും, അല്ലെങ്കിൽ ഒരു 1.5 വർഷത്തെ കറണ്ട് അഫെയർ ആണെങ്കിലും, ബാക്കിയുള്ള എല്ലാം ഇങ്ങനെ സബ്ജക്റ്റ് വൈസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എല്ലാ സബ്ജക്റ്റിനെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ വേണം എന്ന് പറയുമ്പോഴും അവിടെ നിങ്ങൾ എല്ലാത്തിലും ഒരു മാസ്റ്റർ ആയിരിക്കണം എന്നുള്ളതൊന്നും ഇവിടെയും പറയുന്നില്ല.
അതുകൊണ്ടാണ് ഈ 100 ക്വസ്റ്റ്യനുകൾ വരുന്ന സമയത്ത് 200 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ഇന്നും 200 മാർക്ക് എല്ലാം പഠിച്ചവൻ 200 മാർക്ക് സ്കോർ ചെയ്യാത്തതും. എന്നോട് കുട്ടികൾ പേഴ്സണലി വന്ന് പറഞ്ഞിട്ടുണ്ട്, സാറേ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ഉത്തരം മറന്നുപോയി. കാരണം എന്താ? ഓപ്ഷൻസ് ആണ് സാറേ. കാരണം ഇവരിങ്ങനെ ഓപ്ഷൻസ് നിരത്തിയിരിക്കുന്ന സമയത്ത് ABCD എന്നുള്ള സമയത്ത് അറിയുന്ന ഉത്തരം പോലും മറന്നു പോകുന്ന ഒരു സാഹചര്യം വരുന്നു. സോ എനിക്കറിയായിരുന്നു, പക്ഷേ എയും ബി എന്താണ് സംഭവം, ഇതാണോ? കാരണം അതിലുള്ള കൃത്യമായ ക്ലാരിറ്റി നമുക്കില്ല. അപ്പോൾ നമ്മൾ ആദ്യം വേണ്ട കാര്യം എന്തെന്നാൽ, നമ്മളൊരു സബ്ജക്റ്റ് പഠിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പൊളിറ്റി പഠിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ജിയോഗ്രഫി പഠിക്കുന്നുണ്ടെങ്കിൽ, എന്താണോ നിങ്ങൾ പഠിക്കുന്നത് അതിൽ കൃത്യമായ ക്ലാരിറ്റി വേണം. അത്രയേ ഉള്ളൂ. അല്ലാതെ നിങ്ങളൊരു പൊളിറ്റി മൊത്തത്തിൽ ഞാൻ പഠിക്കുന്നു, ജിയോഗ്രഫി മൊത്തത്തിൽ പഠിക്കുന്നു എന്നുള്ള രീതിക്ക് ഉപരി നമ്മൾ എത്രത്തോളം പഠിക്കുന്നതിൽ നല്ല ക്ലാരിറ്റി വേണം എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. സോ എനിക്ക് ഒരു ഭാഗം അറിയില്ല, വേണ്ട, ആ ഭാഗം വിട്ടേക്കാം, മറ്റു ഭാഗങ്ങളിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ പറയും എന്നുള്ള കോൺഫിഡൻസ് നമുക്ക് ആദ്യം വേണം. സോ ഈ ഒരു രീതിയിൽ നമ്മൾ വളരെ ഡീപ്പായിട്ട് നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കുന്നു എന്നുള്ളത് UPSC തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ പ്രിലിംസ് ഘട്ടം നിങ്ങൾ പാസ്സാവും. ആ പാസ്സായി നിങ്ങൾ നേരെ എത്തുന്ന മെയിൻസ് ഘട്ടത്തിലോട്ടാണ്. മെയിൻസ് ഘട്ടത്തിലോട്ട് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം 9 പേപ്പറുകളുണ്ട്. ആ 9 പേപ്പറുകളിൽ 2 ലാംഗ്വേജ് പേപ്പർ അടക്കമുണ്ട്. സോ 7 പേപ്പറുകളുടെ മാർക്കാണ് നിങ്ങൾക്ക് കൂട്ടാൻ പോകുന്നത്. സോ 250 മാർക്ക് പോലെ 7 പേപ്പർ എന്ന് പറയുമ്പോൾ 1750 മാർക്കാണ്. സോ ഈ 1750 മാർക്കുകളുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഒരു കണ്ടിന്യൂസ് ഡേയ്സിലാണ് വരിക. സോ ഇന്ന് വരും, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വരും, നാളെയും മറ്റന്നാളും ഇങ്ങനെയുള്ള രീതിയിൽ കണ്ടിന്യൂസ് ഡേയ്സിൽ നിങ്ങൾക്ക് ഓപ്ഷണൽ പേപ്പറുകൾ അടക്കം ചേർത്ത് വരും. ഓപ്ഷണൽ പേപ്പറിൻ്റെ കോമഡി എന്തെന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേപ്പർ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ് അവിടെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. പക്ഷേ ചോദ്യങ്ങൾ UPSC തരും. അതേ സമയത്ത് ആ ചോദ്യങ്ങൾക്ക് വരെ നിങ്ങൾക്ക് ഞാൻ ഇഷ്ടപ്പെട്ടൊരു രീതിയിലാണ് ഞാൻ പഠിച്ചത്, എൻ്റെ സബ്ജക്റ്റാണിത്, സോ എനിക്കിതിൽ നല്ല രീതിയിൽ മാർക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ പോലും അവിടെയും നിങ്ങളെ കുഴപ്പത്തിലാക്കുന്ന ഒരു രീതിയിലായിരിക്കും UPSCയുടെ അപ്രോച്ച് എപ്പോഴും. സോ അതായത് ചിലപ്പോൾ നിങ്ങളുടെ ഡിഗ്രി പേപ്പേഴ്സ് എടുക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ UPSCയുടെ ഒരു ട്രെൻഡ് എന്തെന്നാൽ ഇപ്പോൾ നല്ല സ്കോറിംഗ് സബ്ജക്റ്റുകൾ ഏതൊക്കെ എന്നുള്ള രീതിയിലുള്ള ലിസ്റ്റ് ഔട്ടുകൾ വരുന്നു, ടോപ്പേഴ്സിൻ്റെ അവരുടെ എക്സ്പീരിയൻസുകൾ വരുന്നു. സോ ഇന്ന ഓപ്ഷൻ നിങ്ങൾ എടുത്താൽ മതി, ഇന്ന കാര്യങ്ങൾ നിങ്ങൾ എടുത്താൽ മതി എന്നുള്ള രീതിയിലുള്ള ടോപ്പേഴ്സ് സംസാരിക്കുന്നു. സോ അതിനനുസരിച്ചിട്ടാണ് ഇപ്പോഴത്തെ മിക്ക കുട്ടികളും ഈ ഓപ്ഷണൽ പേപ്പർ ഏതാണെന്ന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. സോ ഈ ഒരു 3, 4, 5 ദിവസങ്ങളിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങളിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നത്, നോക്കൂ, നമ്മൾക്കൊരു 250 മാർക്ക് നമുക്ക് ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് കിട്ടുന്നത് 6 to 7 മിനിറ്റാണ്. അതായത് ഒരു 150 വേർഡ്സിൻ്റെ ഒരു ചോദ്യം എഴുതണമെങ്കിൽ നമുക്ക് 6 to 7 മിനിറ്റ് വരെയാണ് നമുക്കൊരു സമയം കിട്ടുക. അതേസമയത്ത് ഒരു 250 മാർക്ക് നമ്മൾ 8 to 9 മിനിറ്റ് കൊണ്ട് നമ്മൾ തീർക്കണം. അങ്ങനെ തീർത്താലേ ആ ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നു, നിങ്ങൾ ഈ 3 hours നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ മെയിനായിട്ട് നിങ്ങൾ എങ്ങനെ ടൈം മാനേജ് ചെയ്യുന്നു, നിങ്ങൾ എത്ര ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നു. നോക്കൂ, എത്ര നല്ല ആൻസർ നിങ്ങൾ ഒന്നിന് വേണ്ടിയിട്ട് ഒരു 250 വേർഡ്സ് നിങ്ങൾ കുത്തിയിരുന്ന് നിങ്ങൾ നല്ല രീതിയിൽ എഴുതിക്കൊണ്ടിരിക്കുന്നു, മറ്റേ ചോദ്യം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. സോ നിങ്ങൾ ഔട്ട് ഓഫ് ദ റേസ് ആയി. കാരണം ആ എല്ലാ ചോദ്യങ്ങളും എത്ര മാക്സിമം എഴുതിയാൽ നിങ്ങൾക്ക് 5 to 6 മാർക്കിനേക്കാൾ കൂടുതൽ കിട്ടാൻ പോകുന്നില്ല നല്ല ആൻസേഴ്സുകൾ. സോ അതേ സമയത്ത് മറ്റേ ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യാതിരിക്കുമ്പോൾ അതിൻ്റെ മൊത്തത്തിലുള്ള മാർക്കാണ് നിങ്ങൾക്ക് പോകുന്നത്. സോ ഔട്ട് ഓഫ് ദ റേസ് ആവാതെ നിങ്ങൾ എങ്ങനെ ടൈം മാനേജ് ചെയ്തിട്ട് ഇത് മൊത്തം കംപ്ലീറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു മേഖല, ആ സ്ട്രെസ്സ് നിങ്ങൾ എങ്ങനെ ഫോക്കസ് ചെയ്യുന്നു, ആ സ്ട്രെസ്സിൽ നിങ്ങൾ മറികടക്കാൻ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളൊരു രീതിയിലാണ് ആ 2ാമത്തെ ഘട്ടം പോകുന്നത്. സോ ഇതൊക്കെ കഴിഞ്ഞു, ഓക്കെ, ഐ എം വെൽ ആൻഡ് ഗുഡ്, ഞാൻ കഴിഞ്ഞിട്ട് ഞാൻ നേരെ വരുന്നു എവിടേക്ക്? ഇൻ്റർവ്യൂവിലേക്ക് വരുന്ന സമയത്ത് പാനലിരിക്കുന്നു, എല്ലാവരും വന്നിരിക്കുന്ന സമയത്ത് ചോദിക്കുന്നു, എന്തിനാണ് നിങ്ങൾ IAS തിരഞ്ഞെടുത്തത്? അയ്യോ, ഇതെൻ്റെ സിലബസിലുള്ള കാര്യമല്ലല്ലോ എന്നുള്ള രീതിയിലാണ് പലവരുടെ അപ്രോച്ച് ആ ചോദ്യം കേൾക്കുന്ന സമയത്ത് തന്നെ. കാരണം നമ്മൾ പലതും സ്പൂൺ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, പലതും നമ്മൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു, പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചുകൊണ്ടിരിക്കുന്നില്ല. നമുക്കൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഞാൻ എവിടേക്കാണ് എത്തിച്ചേരുന്നത്, ഞാൻ ഏത് ജോബ് പ്രൊഫൈലിലോട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്, എൻ്റെ നാളത്തെ ഡ്യൂട്ടി എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ഇതൊരു നോർമൽ പരീക്ഷയാണെന്നുള്ള രീതിയിൽ പല പുസ്തകങ്ങളും വായിച്ച് പഠിച്ച് നമ്മൾ പേപ്പർ വായിച്ച് 1 വർഷം 2 വർഷം 3 വർഷം കീപ്പ് ഓൺ, ഒരു ലക്ഷ്മികാന്ത് എടുക്കുന്നു, 4 തവണ വായിക്കുന്നു, 5 തവണ വായിക്കുന്നു, ഇങ്ങനെയുള്ള രീതിയിൽ നമ്മളൊരു പബ്ലിക്കിനോട് ഒരു ഇൻട്രാക്ഷനുകളിൽ ഒരു UPSC ആസ്പിറൻസ് എന്ന രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവും. 1 വർഷം 2 വർഷം 3 വർഷം കഴിയുമ്പോൾ നമുക്ക് പുറമേ നിന്ന് വരുന്ന പ്രഷറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാനേജ് ചെയ്തിട്ട് നമ്മൾ ആരും കാണാതെ ഒതുങ്ങിക്കൂടി കഴിഞ്ഞ് പല സ്ഥലങ്ങളിലും നമ്മൾ ഇരുന്ന് പഠിച്ച് നമ്മൾ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ പാനലിലോട്ട് നമ്മൾ എത്തുന്ന സമയത്ത് നമ്മളോട് വളരെ സോഷ്യലായിട്ടുള്ള കാര്യത്തിന് പോലും നമ്മളോട് ചോദ്യം ചോദിക്കുന്ന സമയത്ത് നമ്മൾ പതറിപ്പോവും. കാരണം എന്തെന്നാൽ നമ്മൾ ഇന്ന് ഒരു പുസ്തക പുഴുക്കളെ പോലെ പുസ്തകത്തിൽ തന്നെ ഇരിക്കുന്നവരായിരുന്നു. സോ അങ്ങനെ നിങ്ങൾ പുസ്തകത്തിൽ മാത്രം ഇരിക്കുന്നവരാണ്, നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചവർ മാത്രമാണ് എന്നെങ്കിൽ UPSC നിങ്ങളെ തിരഞ്ഞെടുക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ കണ്ടന്റ് ആണോ, നിങ്ങളുടെ നോളേജ് ആണോ ഇവിടെ വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. എന്നാൽ വേണം താനും.
പക്ഷേ ഒരു 30-40% നിങ്ങൾക്ക് കണ്ടന്റ് ഉണ്ട്, 30-40% നിങ്ങൾക്ക് നോളജ് ഉണ്ട്, മതി. ബാക്കി നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ്, നാളെ നിങ്ങൾ IAS ആയി കഴിഞ്ഞാൽ, നാളെ നിങ്ങൾ IPS ആയി കഴിഞ്ഞാൽ ഈ നാടിന് നിങ്ങൾ തരാൻ പോകുന്നത് എന്താണ്, നിങ്ങളുടെ ജോബ് എങ്ങനെയായിരിക്കും, നിങ്ങളുടെ രീതി എങ്ങനെയായിരിക്കും, ഇതാണ് അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അല്ലാതെ നിങ്ങൾ വളരെയധികം പഠിച്ചു, കുറേ നോളജ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് അറിഞ്ഞിട്ട് ഈ നാടിന് വലിയ രീതിയിലുള്ള ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, നിങ്ങൾക്ക് മാത്രം ഉണ്ടാകും. പക്ഷേ ശരിക്കും നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ ഇതിനെ ഫോക്കസ് ചെയ്യേണ്ടതെന്നാൽ നമ്മളുടെ ഒരു പേഴ്സണൽ ഗ്രോത്ത്, നമ്മളിപ്പോൾ സുരേഷ് ഗോപിയുടെ പടം കണ്ടിട്ടായിരിക്കും വരിക, അല്ലെങ്കിൽ ബാക്കിയുള്ള സംഭവങ്ങളായിരിക്കും കണ്ടിട്ട് വരിക. സോ അങ്ങനെയുള്ള നമ്മളുടെ പേഴ്സണൽ ഗോൾസ്, പേഴ്സണൽ കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ. അതിനപ്പുറം നമ്മൾക്ക് എത്രത്തോളം നമ്മളുടെ ഈ രീതികളിൽ UPSC എന്താണോ ഉദ്ദേശിക്കുന്ന ആ രീതികളിലേക്ക് നമ്മൾക്ക് എത്രത്തോളം നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നു, എത്രത്തോളം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നു, എത്രത്തോളം കാര്യങ്ങൾ നമ്മൾ കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളത് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ഇതിനുള്ള ഉത്തരം കണ്ടെത്താൻ പറ്റും. ഞാൻ ഇതിന് ആപ്റ്റാണോ, ഞാൻ ഇതിന് യോഗ്യനാണോ, നാളെ ഞാൻ IAS ആവാൻ പോകുന്നവരാണോ, അതായത് ഈ എല്ലാ കാര്യങ്ങളും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ, എൻ്റെ കാര്യങ്ങൾ ഇതിലൊക്കെ നടക്കുന്നവർ പോകുമോ എന്നുള്ള രീതിയിൽ നമ്മുടെ സെൽഫും ഈ ഗവൺമെൻറ്റും ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് നല്ല രീതിയിൽ പ്രോസ്പറായിട്ട് ഗ്രോത്ത് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിൽ മാത്രമേ നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ ഒരു സർവീസ് ചെയ്യുന്ന സമയത്ത് അതിൽ നമ്മൾ മോസ്റ്റ് ഓഫ് ദ ടൈംസ് ഹാപ്പി ആയിരിക്കണം. അങ്ങനെ ഹാപ്പി ആണെങ്കിൽ മാത്രമേ നമുക്ക് അതിലൊരു ഗ്രോത്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇതുകൊണ്ടാണ് IITians ആവട്ടെ, ബാക്കിയുള്ള ഒരു വലിയ വലിയ ജോബ് പ്രൊഫൈലുള്ളവരും ഇറങ്ങി നമ്മുടെ സോഷ്യൽ സെക്ടറിലോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് അവർ ആദ്യം ആപ്റ്റ് ചെയ്യുന്നത് IAS ആയി മാറുന്നത്. ഡിഗ്രി കാലഘട്ടത്തിൽ തന്നെ ഞാൻ ഈ ടീച്ചിങ് ഫീൽഡിലോട്ട് പ്രൈവറ്റായിട്ട് ഇറങ്ങിയൊരു വ്യക്തിയാണ്. അതിലൂടെ ഞാനിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സിവിൽ സർവീസിൻ്റെ ആ ഒരു മേഖല ഞാൻ തുടങ്ങിയ സമയത്താണ് ഞാൻ അഗ്നി IAS അക്കാഡമിയിലോട്ട് ഇങ്ങനെ വന്നു ചേരുന്നത്. സോ ഇപ്പോൾ നമ്മളുടെ ഈ ഒരു വർക്കിംഗ് ഹവർ എന്ന് പറയുന്നത് ഒരു 7 hours 8 hours ഒക്കെ നമുക്ക് കണ്ടിന്യൂസ് ക്ലാസ്സുകൾ ഉണ്ടാകുന്ന സമയം ഉണ്ടാകും. സോ ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്ന അതിന് ഏറ്റവും ന്യൂ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കണം എന്നുള്ള രീതിയിൽ ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് നൈറ്റ് ടൈമിൽ ഒരുപാട് ഒരു 6-7 hours ഒക്കെ വർക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം പലപ്പോഴായിട്ട് വന്നിട്ടുണ്ട്. സോ 2-3 hours ഹാർഡ്ലി 2-3 hours സ്ലീപ്സാണ് പല സമയത്തും കിട്ടാറുള്ളത്. സോ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇഷ്ടത്തോടെയാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ കഷ്ടപ്പാടുകൾ നമ്മൾ മറന്നു പോകും. നമ്മൾ വളരെ നമ്മൾ ഡോമിനേറ്റ് ആയിട്ട് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകും എന്നുള്ളതാണ്. സോ UPSCയിലും നിങ്ങൾക്കും വേണ്ടത് ഈ ഒരു കാര്യമാണ്. ഇങ്ങനെ നിങ്ങൾ ഇഷ്ടത്തോടെയാണ് നിങ്ങൾ ചെയ്തു പോകുന്നതെങ്കിൽ ആ ഒരു ജേർണി, ത്രൂ ഔട്ട് ദ ജേർണി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സക്സസ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. Hello aspirants, many of us dream of becoming an IAS officer, but this journey is quite costly. So many aspirants have enthusiastically requested if Josh Talks can financially support them on this journey. That's why Josh Talks reached out to Khan sir from KSG IAS for English medium and Sanskriti IAS for Hindi medium. You have probably heard of them, right? Khan sir and KSG IAS are renowned and respected institutes in the country. Srushti Jayant Deshmukh, you might have heard of her, was a student of KSG IAS and secured AIR 5 in 2018. Similarly, many students from Sanskriti IAS have achieved top ranks in UPSC. Josh Talks approached KSG IAS and Sanskriti IAS asking if they could provide a significant scholarship for Josh Talks family. I am delighted to share that both institutes agreed to it. They will offer scholarship for Josh Talks family members on their foundation courses. This means we can now afford quality education that used to cost in lakhs. This help is most valuable for new aspirants who need to take the foundation course but cannot afford the high fees. To apply for Josh Talks family scholarship, you can fill out the Google form provided below. And when you receive a call, don't forget to mention that you are part of the Josh family to ensure you receive this scholarship. Josh Talks is proud that it can now provide financial support to aspirants, not just with inspiring stories but in real life situations. Josh Talks' dream was never just about talks. Josh believes that all of us have the potential to achieve something significant in our lives. However, life circumstances sometimes don't allow us to unleash our inner talents. But at least now our financial situations will no longer hinder our dreams of becoming an IAS officer. Josh Talks, like a big brother or sister, will always be there to push us forward in our life journey. Just give your 100%. Don't let a single day waste. And Josh will take care of the rest. Jai Hind. ഈ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ. പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.